ഹലോ വെൽക്കം. ദിസ് ഇസ് നിഷാദ് ആൻഡ് ഐ എം ഫ്രം ഇംഗ്ലീഷ് വാവ്. ഇവിടെ ഒരു 10 വേർബുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വേർബുകൾ കൊടുത്തിട്ടുള്ളതൊക്കെ പാസ്റ്റ് ഫോമിലാണ്, അതായത് V2 ഫോം നമ്മൾ പറയും. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചിട്ടും നമുക്കുണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാസ്റ്റ് ഫോമുകളാണ് ഉപയോഗിക്കുക, അല്ലേ? ഇപ്പോൾ പല ആളുകളും പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നതിന് പകരം പ്രസൻറ്റ് ഫോം ഉപയോഗിക്കും. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനും എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ പാസ്റ്റ് ഫോമുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസാണ് ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതോടൊപ്പം ഇവിടെ ഞാൻ കുറച്ച് വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ കണക്ഷൻ വേർഡ്സ് ആണ്, അതായത് കണക്ഷൻ ഫ്രേസസ് ആണ്. നമ്മുടെ സംസാരത്തിന് എപ്പോഴും ഭംഗി കൂട്ടുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലുവൻസി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വാക്കുകൾ എടുക്കാം. ഇതിവിടെ സ്ക്രീനിലുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ്. ഓക്കെ, എൻ്റെ ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ സന്ദർശിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് നടന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ, നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ ഞാൻ എന്ത് ചെയ്തു, സന്ദർശിച്ചു. സോ വാട്ട് ഈസ് ദാറ്റ് സെൻറ്റൻസ്? ഐ, അല്ലേ? വേർബ് ഇവിടെ ഉണ്ട്, വിസിറ്റഡ്, അല്ലേ? ഐ വിസിറ്റഡ്. ആരെയാണ് വിസിറ്റ് ചെയ്തത്? മൈ ഗ്രാൻഡ് പാരൻസ്. ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക്. ഓക്കെ, സോ ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക്. നിങ്ങളൊരാളോട് പറയാണ്, ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു. സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ വിസിറ്റഡ് എന്നാണ് നമ്മളവിടെ പറഞ്ഞത്, വിസിറ്റ് എന്നല്ല. സോ ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക്. പിന്നെ ഞാൻ അവരുടെ കൂടെ 2 ദിവസം താമസിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തേക്ക് കടക്കുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഒരു വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു കണക്ഷൻ ഫ്രേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആൻഡ് ദെൻ. ആൻഡ് ദെൻ. അപ്പോൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക്. ആൻഡ് ദെൻ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവരുടെ കൂടെ 2 ദിവസം താമസിച്ചു. അപ്പോൾ അതിനുള്ള വേർബ് എന്താണ്? സ്റ്റേയ്ഡ് എന്നാണ്, അല്ലേ? സോ ഐ സ്റ്റേയ്ഡ് വിത്ത് ദം ഫോർ 2 days. സ്റ്റേ എന്നല്ല, സ്റ്റേയ്ഡ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ്, ഇപ്പോൾ 2 സെൻറ്റൻസുകളാണ് പറഞ്ഞത്. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കണക്ഷൻ വേർഡ് നമ്മൾ പറഞ്ഞു. ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക് ആൻഡ് ദെൻ ഐ സ്റ്റേയ്ഡ് വിത്ത് ദം ഫോർ 2 days. ഓക്കെ, ഇപ്പോൾ രണ്ടിലും നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? പാസ്റ്റ് വേർബാണ്. പിന്നെന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് പാർക്കിലേക്ക് പോയി. അതിനുശേഷം അതിനുള്ള യൂസ് എന്താണ്? ആഫ്റ്റർ ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് വി വെൻറ്റ് ടു ദ പാർക്ക് ടുഗെദർ. കണ്ടോ? ആഫ്റ്റർ ദാറ്റ് വി വെൻറ്റ് എന്നാണ് പറയണത്, അതായത് ആ വേർബിൻ്റെ പാസ്റ്റ് ഫോം. ആഫ്റ്റർ ദാറ്റ് വി വെൻറ്റ് ടു ദ പാർക്ക് ടുഗെദർ. ഇനി നമുക്കൊന്നുകൂടി അതൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസ് എന്തായിരുന്നു? I visited my grandparents last week. Okay? And then I stayed with them for 2 days. ഞാൻ അവരുടെ കൂടെ 2 ദിവസം താമസിച്ചു. After that, we went to the park together. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് എങ്ങോട്ട് പോയി? പാർക്കിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കണക്റ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സംസാരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് സംസാരിക്കണം. അപ്പോഴാ സംസാരത്തിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കുഞ്ഞൻ വാക്കുകളാണ്, ഇത്തരത്തിലുള്ള കുഞ്ഞൻ വാക്കുകളാണ് നമ്മളെ സംസാരത്തിന് മനോഹാരിത കൂട്ടുന്നത്. നമ്മൾ വളരെ ഡ്രൈ ആയിട്ട് ഒരു സെൻറ്റൻസ് പറഞ്ഞ് പിന്നെ അടുത്ത സെൻറ്റൻസ്, അങ്ങനത്തെ ഒരു രീതി നമ്മൾ സ്പോക്കൺ ലാംഗ്വേജിലില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുക. ഞാൻ ഒന്നുകൂടി പറയാം. I visited my grandparents last week and then I stayed with them for 2 days. After that we went to the park together. ഞങ്ങൾ ഒരുമിച്ച് പാർക്കിലേക്ക് പോയി. പിന്നീട് ഞങ്ങൾ പഴയ ഓർമ്മകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. പഴയ ഓർമ്മകളൊക്കെ ഞങ്ങളിങ്ങനെ പൊടി തട്ടിയെടുത്തു. പിന്നീട്, later. What is that word? Later. Later. Later we talked about old memories. കണ്ടോ? Later we talked about old memories. അതായത് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ഡിന്നർ പാകം ചെയ്തു, ഡിന്നർ കുക്ക് ചെയ്തു. എങ്ങനെ പറയാം? ആൻഡ് ദെൻ ഐ കുക്ക്ഡ് ഡിന്നർ ഫോർ ദം. ആൻഡ് ദെൻ ഐ കുക്ക്ഡ് ഡിന്നർ ഫോർ ദം. ഞാൻ അവർക്ക് വേണ്ടി ഡിന്നർ പാകം ചെയ്തു. ആൻഡ് ദെൻ ഐ കുക്ക്ഡ് ഡിന്നർ ഫോർ ദം. ഡിന്നറിന് ശേഷം ഞങ്ങൾ ടി വിയിൽ ഒരു സിനിമ കണ്ടു. ഡിന്നറിന് ശേഷം എന്താണ് വേർഡ്? ആഫ്റ്റർ ഡിന്നർ. ആഫ്റ്റർ ഡിന്നർ വി വാച്ച്ഡ് എ മൂവി ഓൺ TV. ശ്രദ്ധിക്കണം കേട്ടോ. ആഫ്റ്റർ ഡിന്നർ വി വാച്ച്ഡ് എ മൂവി ഓൺ TV. വാച്ച്ഡ്, അല്ലേ? സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്. വാച്ച് അല്ല, വാച്ച്ഡ്. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. ആഫ്റ്റർ ഡിന്നർ വി വാച്ച്ഡ് എ മൂവി ഓൺ TV. ടി വിയിൽ ഞങ്ങൾ എന്ത് കണ്ടു? ഒരു സിനിമ കണ്ടു. ടി വിയിൽ കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട്
ഓൺ ടി വി എന്നാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ, ശ്രദ്ധിക്കണം. ആഫ്റ്റർ ഡിന്നർ വി വാച്ച്ഡ് എ മൂവി ഓൺ ടി വി. അടുത്ത ദിവസം രാവിലെ സാധാരണ നടത്തുന്ന ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അടുത്ത ദിവസം രാവിലെ സാധാരണ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സോ വാട്ട് ഈസ് ദ വേർഡ്? ദ നെക്സ്റ്റ് മോർണിംഗ്. ദ നെക്സ്റ്റ് മോർണിംഗ് അല്ലേ. ഐ ടുക്ക്, ടേക്ക് അല്ല ടുക്ക്. നമ്മൾ കൊണ്ടുപോവുക, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിനൊക്കെ നമ്മൾ ടേക്ക് ടുക്ക് എന്ന് പറയാറുണ്ട് അല്ലേ. സോ ദ നെക്സ്റ്റ് മോർണിംഗ് ഐ ടുക്ക് മൈ ഗ്രാൻഡ് പാരൻസ് ടു ദ ഹോസ്പിറ്റൽ ഫോർ എ റെഗുലർ ചെക്കപ്പ്. So the next morning I took my grandparents to the hospital for a regular checkup. Regular checkup എന്ന് പറഞ്ഞാൽ സാധാരണ നടത്തി വരുന്ന ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. ചെക്കപ്പിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് ഞങ്ങൾ വിശ്രമിച്ചു. സോ ഹൗ ക്യാൻ യു സേ ദാറ്റ്? ആഫ്റ്റർ ദ ചെക്കപ്പ് വീട്ടിലേക്ക് മടങ്ങുക എന്നുള്ളത് നമ്മൾ എന്താ പറയുക? റിട്ടേൺ എന്നാ പറയുക. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് റിട്ടേൺഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ after the checkup we returned home and rested. After the checkup we returned home and rested. അന്ന് വൈകിട്ട് ഞാൻ അവരുടെ വീട്ടുകാര്യങ്ങളിൽ അവരെ സഹായിച്ചു. വീട്ടുകാര്യങ്ങൾ എന്ന് പറയാനൊരു വേർഡ് ഉണ്ട് കേട്ടോ ഇംഗ്ലീഷിൽ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന ജോലികൾ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഹൗസ് ഹോൾഡ് ചോഴ്സ് എന്ന് പറയാം. ഹൗസ് ഹോൾഡ് ചോഴ്സ്, CHORES. ഓക്കെ, സോ അന്ന് വൈകിട്ട് ലേറ്റർ ദാറ്റ് ഈവനിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ലേറ്റർ ദാറ്റ് ഈവനിങ് I helped them with some household chores. What is that household chores? നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ, റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഹൗസ് ഹോൾഡ് ചോഴ്സ് എന്ന് പറയാം. സോ ലേറ്റർ ദാറ്റ് ഈവനിങ് I helped them with some household chores. ഓക്കെ, I helped എന്നാണ് പറഞ്ഞത്, ഹെൽപ്പ് അല്ല. I helped them with some household chores. ഓക്കെ, അവസാനം ഞാൻ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. ഫൈനലി I said goodbye. It's not say, I said goodbye and left for home. Finally I said goodbye and left for home. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വേർബുകൾ, പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങൾ ഇതിനൊന്ന് ആൻസർ പറയാൻ ശ്രമിക്കൂ കേട്ടോ. ഓക്കെ, മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്: വാട്ട് ഹാപ്പൻ ലാസ്റ്റ് വീക്ക്? Your answer is this: I visited my grandparents last week. Okay, and then what happened? And then I stayed with them for 2 days. When did you visit your grandparents? I visited my grandparents last week. And what happened? And then I stayed with them for 2 days. You stayed with them for 2 days, right? Yes. I stayed with them for 2 days. After that, what happened? After that, we went to the park together. Who went to the park together? We went to the park together. Can you repeat what happened from the beginning? Yes, I visited my grandparents last week. And then I stayed with them for 2 days. After that, we went to the park together. Then what did you do in the park? Yes, later we talked about old memories. You talked about old memories? Yes, we talked about old memories. Who talked about old memories? We talked about old memories. Then what happened? And then I cooked dinner for them. What? Yes, and then I cooked dinner for them. Who cooked dinner? I cooked dinner for them. Okay, what happened after dinner? After dinner, we watched a movie on TV. What happened after dinner? After dinner, we watched a movie on TV. Okay, where did you go the next morning? Yes, the next morning, I took my grandparents to the hospital for a regular checkup. Can you repeat that? Yes, the next morning, I took my grandparents to the hospital for a regular checkup. Okay, what happened after the checkup? After the checkup, we returned home and rested. What was that? After the checkup, we returned home and rested. Okay, then what comes next? Yes, later that evening, I helped them with some household chores. What did you do in the evening? Yes, later that evening, I helped them with some household chores. Okay, then finally, what happened?
Finally, I said goodbye and left for home. Finally, I said goodbye and left for home. So that's all. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക കേട്ടോ. ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ടൈം അനുസരിച്ച്, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ലെവലുള്ള കോഴ്സുകൾ നമുക്കുണ്ട്. ബേസിക്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാവുന്ന രൂപത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകളും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. സോ ദാറ്റ്സ് ഓൾ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.